നമുക്കപ്പോ ഏഴാമത്തെ പാഠമായ നെഗറ്റീവ് നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പൊ സീറോനേക്കാളും താഴെയാണ് നെഗറ്റീവ് അല്ലേ? അപ്പൊ ഇവിടെ കാണാനില്ലല്ലോ. സീറോ കഴിഞ്ഞ -1, -2, -3, -4, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ? ഇന്നെന്തൊക്കെ നമ്മൾ അറിയാം? അണ്ടർസ്റ്റാൻഡിങ് പൊസിഷൻ മനസ്സിലാക്കും, ഡയറക്ഷൻ മനസ്സിലാക്കും, പിന്നെ ഒരു ലൈനിലുള്ള മൂവ്മെന്റ് എങ്ങനെയാണെന്നും നമ്മൾ ഇന്ന് പഠിക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എവിടെയാ ഉപയോഗിച്ച് കണ്ടിരിക്കുന്നത്? ടെമ്പറേച്ചർ ഒക്കെ അളക്കുമ്പോൾ കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലാണ് വെള്ളം ഐസ് ആവുക. അപ്പോ ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും താഴെ പോവുകയാണെങ്കിൽ എങ്ങനെ കാണിക്കുക? -10 ഡിഗ്രി സെൽഷ്യസ് -20 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ കാണിക്കും. ഇനി നമുക്ക് കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. ഒരു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബേസിക് റൂൾസ് ഉണ്ട്. അതെന്താന്ന് പെട്ടെന്ന് നോക്കിയാലോ? നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ഇഫ് എക്സ് ലെസ് ദാൻ വൈ ദെൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് ഓഫ് വൈ മൈനസ് എക്സ് എന്ന്. അതായത് എക്സ് എന്ന് പറയുന്നത് വൈനേക്കാളും ചെറുതാണ്. 3 എന്ന് പറയുന്നത് 7നേക്കാളും ചെറുതല്ലേ? 3 എന്ന് പറയുന്നത് 7നേക്കാളും ചെറുതാണെങ്കിൽ 3 മൈനസ് 7 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കുന്ന പറയുന്നത്? മൈനസ് ബ്രാക്കറ്റില് 7 മൈനസ് 3നോട് ഈക്വൽ ആയിരിക്കുന്ന പറയുന്നത്. അപ്പം ഇതെന്താ വരിക? 7 മൈനസ് 3 4. പുറമേയുള്ള മൈനസ് വരുമ്പോൾ -4 എന്ന് വരും. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇനി -x പ്ലസ് y ഈക്വൽ ടു y മൈനസ്. അപ്പോ എക്സ് ലെസ് ദാൻ വൈ ആയിരിക്കണം. അപ്പോ 6 എന്ന് പറയുന്നത് 8നേക്കാളും ചെറുതല്ലേ? ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ -x പ്ലസ് വൈ -6ഉം 8നേക്കാളും ചെറുത് തന്നെയല്ലേ? ഓക്കെ. അപ്പൊ -6 പ്ലസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഇവിടെ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് 6ഉം വൈ ആയിട്ട് എടുത്തിരിക്കുന്നത് 8ഉമാണ്. അങ്ങനെയാണെങ്കിൽ -x പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ -6 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? y മൈനസ് എക്സ്. y എന്താ അവിടെ? 8. മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6. അപ്പൊ -6 പ്ലസ് 8 എന്ന് പറയുന്നതും 8 മൈനസ് 6 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഇവിടെ പ്ലസ് 8 ഉണ്ട്, ഇവിടെയും പ്ലസ് 8 ഉണ്ട്. ഇതും പ്ലസ് 8 ആണ്. ഇത് -6, ഇതും -6. ഇത് രണ്ടും ഈക്വൽ ആവും. ഓക്കെ. ഇനി മൂന്നാമത്തത് എന്താ പറയുന്നത്? മൂന്നാമത്തെ റൂള് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂളുകളാണ് കേട്ടോ. -x മൈനസ് വൈ ഈക്വൽസ് മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. നേരത്തെ എടുത്തത് എന്താണ്? 6 എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു, 6 എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു, y എന്നുള്ളത് 8 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ -6 -8 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? രണ്ടിനും മൈനസ് കോമൺ അല്ലേ? മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് എഴുതി? എക്സ് പ്ലസ് 8 എന്ന് എഴുതി. മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. അപ്പൊ -6 എന്ന് ഇവിടെ വന്നു. ഇനി അതുപോലെ മൈനസ് ഇൻറ്റു പ്ലസ് 8 -8. ഓക്കെ. ഇനി മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു. മൈനസ് ഇവിടെ പുറത്തുണ്ട്. ഈ 6 പ്ലസ് 8 എത്രയാ? 14. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന അഡീഷന്റെ റൂളാണ്. സമ്മ ചെയ്യുമ്പോൾ കാണുന്ന റൂൾസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് മുമ്പ് അറിയാവുന്ന 3 റൂൾസ് ആണ്. അതൊന്നും ഞാൻ പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. വേർ ആർ യു? ദ പ്രോബ്ലം വിത്ത് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത്, ഇമാജിൻ എ പോയിന്റ് പി. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾ സങ്കല്പിക്കാം. ഈസ് 3 meters away ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ് O. O എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റ് 3 മീറ്റർ ദൂരെയാണ്. വേർ ഇസ് ഇറ്റ് എക്സാക്ട്ലി? എവിടെയായിരിക്കും കൃത്യം അല്ലെ? ഇറ്റ് കുഡ് ബി 3 meters ടു ദ റൈറ്റ് ഓർ 3 meters ടു ദ ലെഫ്റ്റ്. 3 meters അകലെയാണ് പറഞ്ഞത്. റൈറ്റിലോട്ടാണോ അത് ലെഫ്റ്റിലോട്ടാണോ എന്ന് പറഞ്ഞിട്ടില്ല. അതെങ്ങനെ അറിയാം? ഡിസ്റ്റൻസ് മാത്രം നമുക്ക് പോരാ.
നമുക്ക് എന്തും കൂടി വേണം, ഡയറക്ഷനും കൂടി അറിയണം. അപ്പൊ ഇവിടെ ചിത്രത്തിൽ ഇവിടെ കാണുന്നത് പോലെ ഇത് പി, ഇത് ഒ ആന്ന് വെക്കാം. ഇത് ഒ, പി എന്ന് പറയുന്ന പോയിന്റ് റൈറ്റിലോട്ടും വരാം ലെഫ്റ്റിലോട്ടും വരാം അല്ലെ. നമുക്ക് ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കൃത്യമായി പറയാൻ പറ്റില്ല. അപ്പോ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? നമുക്ക് കൃത്യമായിട്ടൊരു എവിടെയാണ് ഡിസ്റ്റൻസ് എന്ന് ഇങ്ങനെ അറിയാൻ പറ്റുക? ഡിസ്റ്റൻസ് മാത്രം പോരാ, ഡയറക്ഷനും കൂടി അറിയണം. ഇതിനെന്താ ഒരു സൊല്യൂഷൻ? അതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ലൈൻ സൊല്യൂഷൻ. നമുക്കൊരു നമ്പർ ലൈൻ വരയ്ക്കാൻ പറ്റും. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിക്സ്ഡ് പോയിന്റോ, അതായിരിക്കും നമ്മുടെ എന്ത് ഒറിജിൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തത് എന്താണ്? സീറോയാണ് നമ്മുടെ ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിന്റെ അർത്ഥം തന്നെ തുടക്കം എന്നാണ്. സീറോ ആയിട്ട് നമ്മൾ തുടക്കമായിട്ട് എടുത്തു. ഇനി റൈറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിച്ചു. അതേപോലെ ലെഫ്റ്റിലോട്ട് പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നെഗറ്റീവ് നമ്പേഴ്സ്. -1, -2, -3 അങ്ങനെ. Now every point on the line has a unique number. ഇങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ പോയിന്റിനും എന്താണ്? ഒരു യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ്. ഒരിക്കലും ഒരേ പോയിന്റിന് ഒരേപോലത്തെ രണ്ട് പോയിന്റ് ഇതിലുണ്ടാവും നമ്പർ ലൈനിൽ ഇല്ല. ഇവിടെ ചിത്രത്തിൽ കാണുന്നത് പോലെ 0 തുടങ്ങി 1, 2, 3. ഈ സീറോന്റെ റൈറ്റ് ഒക്കെ എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പൊ സീറോന്റെ ലെഫ്റ്റ് ഒക്കെ എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പൊ നമ്മൾ എന്താ പഠിക്കുന്നത്? നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചല്ലേ. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സീറോന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പൊസിഷനിലുള്ള നമ്പേഴ്സ് ആണ്. മനസ്സിലാകുമല്ലോ. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എന്നാണ് നോക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ. പൊസിഷന് എത്ര ചേഞ്ച് സംഭവിച്ചു അതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? വേറൊന്നുമല്ല, ആ പൊസിഷന് വരുന്ന ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ പോയിന്റ് മൂവ്സ് ഫ്രം ദ പൊസിഷൻ 5 ടു പൊസിഷൻ 8, 5ൽ നിന്ന് 8ലോട്ട് ഒരു പോയിന്റ് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എത്രയാന്ന് പറയാം? 3 യൂണിറ്റ്സ് റൈറ്റിലോട്ട് എന്ന് പറയാം. 3 യൂണിറ്റ്സ് റൈറ്റിലോട്ട്. അതെങ്ങനെ കണ്ടത്? വലിയ നമ്പർ എത്തിയ പൊസിഷൻ എന്ന് പറയുന്നത് 8, തുടക്കത്തെ പൊസിഷൻ എന്ന് പറയുന്നത് 5. 8 - 5 3. അപ്പോ 5ൽ നിന്ന് 8ലേക്ക് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? അവസാനത്തെ പൊസിഷനും തുടങ്ങിയ പൊസിഷനും തമ്മിൽ മൈനസ് ചെയ്യും. അപ്പൊ കിട്ടുന്നത് എന്തായിരിക്കും? അതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടുന്നത്. അത് ഈക്വൽ ടു എത്രയാണ്? 3 എന്ന് കിട്ടും. ലൈക്ക് പൊസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഹാസ് ബോത്ത് എ ഡിസ്റ്റൻസ്, ഹൗ ഫാർ ആൻഡ് എ ഡയറക്ഷൻ വിച്ച് വേ. ഓക്കെ, പൊസിഷൻ പോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന് എന്തൊക്കെയുണ്ട്? രണ്ട് സംഭവങ്ങളാണ് ഉള്ളത്. ഒന്ന് ഡിസ്റ്റൻസ്, എത്ര ദൂരം സഞ്ചരിച്ചു എന്നും, പിന്നെയോ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലോട്ടാണ് സഞ്ചരിച്ചത്. അതാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രത്യേകത. എത്ര ദൂരം സഞ്ചരിച്ചു, ഏത് വഴിക്ക് സഞ്ചരിച്ചു, ഇത് രണ്ടും എന്തുണ്ട്? ഡിസ്പ്ലേസ്മെന്റില് ഉൾപ്പെടും. ഇവിടെ കാണുന്നുണ്ടല്ലോ, അഞ്ചിൽ നിന്ന് 3 യൂണിറ്റ് കഴിഞ്ഞാൽ 6, 7, 8. 3 യൂണിറ്റ് റൈറ്റിലോട്ട് പോയപ്പോഴാണ് 8ലേക്ക് എത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ഫൈനൽ പൊസിഷൻ കണ്ടുപിടിക്കുക? ഫൈനൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി? ലെറ്റ് സീ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വൺ റൂൾ ദാറ്റ് വർക്ക്സ് ഫോർ ഓൾ മൂവ്മെന്റ്സ്. ഏതൊരു മൂവ്മെന്റ്, എങ്ങനെ ഒരു മൂവ്മെന്റ് സംഭവിച്ചാലും ഫൈനൽ പൊസിഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ പൊസിഷൻ തുടങ്ങിയ പൊസിഷൻ, അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെന്റ് ആഡ് ചെയ്താൽ മതി. തുടങ്ങിയ പൊസിഷനും ഡിസ്പ്ലേസ്മെന്റും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ പൊസിഷൻ കിട്ടും. നേരത്തെ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. ഇവിടെ 5 ആണ് തുടങ്ങിയത്, 5ന്റെ കൂടെ 3 ആഡ് ചെയ്തു. കാരണം 3 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, +3. അപ്പൊ 5ന്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി?
8 എന്ന് കിട്ടി. ആ 8ലാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ. ഓക്കെ, ഫൈനൽ പൊസിഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഫൈനൽ പൊസിഷൻ ഈക്വൽ ടു ഇനീഷ്യൽ പൊസിഷൻ പ്ലസ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മള് ഈ റൂള് കുറച്ച് സ്ഥലങ്ങളിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇനി നമ്മൾ സീറോന്റെ റൈറ്റിലോട്ട് പോകുന്നതിനെ നമ്മൾ പോസിറ്റീവായിട്ടും, ലെഫ്റ്റിലോട്ട് സീറോന്റെ അല്ല റൈറ്റിലോട്ട് പോകുന്നതിനെ നമ്മൾ പോസിറ്റീവായിട്ടും, ലെഫ്റ്റിലോട്ട് പോകുന്നതിനെ നെഗറ്റീവായിട്ടും നമ്മൾ കാണും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ കേസ് റൈറ്റിലോട്ടാണ് നീങ്ങുന്നത്. റൈറ്റിലോട്ട് നീങ്ങുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ 5ൽ നിന്ന് തുടങ്ങും. 5ൽ നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് 3 റൈറ്റ്. റൈറ്റിലോട്ട് 3 പ്രാവശ്യം നീങ്ങുന്നു. 5ൽ നിന്ന് തുടങ്ങി 5ൽ നിന്ന് 1 2 3. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ 8ലാണ് എത്തിയത്. 5ൽ നിന്ന് 3 റൈറ്റ് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? 8ലോട്ട് എത്തും. ഇനി -5. നേരത്തെ +5 എന്നാണ് തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു. -5ൽ നിന്ന് റൈറ്റിലോട്ട് 3 വട്ടം നീങ്ങും. അപ്പൊ -5ൽ നിന്ന് 1 2 3. -5ൽ നിന്ന് റൈറ്റിലോട്ട് പോയി 3 പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ -2ലാണ് എത്തുക. +5ൽ നമ്മൾ റൈറ്റിലോട്ട് 3 വട്ടം പോകുമ്പോൾ എന്ത് സംഭവിക്കും? 8ലെത്തും. -5ന്ന് 3 റൈറ്റിലോട്ട് നീങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? -2ലോട്ട്. അപ്പോ ഈ ഒരു റൂള് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്പർ ലൈൻ വരച്ച് നോക്കിയപ്പോ കറക്റ്റ് ആണ്. ഇനി അത് എങ്ങനെ എഴുതുക? 5ൽ നിന്ന് റൈറ്റിലോട്ട് 3 പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? 5 + 3 = 8. ഓക്കെ, ഇനി -5ൽ നിന്ന് 3 റൈറ്റിലോട്ട്. അപ്പൊ -5 + 3 എന്ന് എഴുതണം. കാരണം റൈറ്റിലോട്ടാണ് നീങ്ങുന്നത്. റൈറ്റിലോട്ട് നീങ്ങുമ്പോൾ +3. -5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. -5 + 3 അല്ലെ? നമ്മുടെ റൂൾ എന്തായിരുന്നു? ഫൈനൽ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് -5 ആണ്. -5ന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഡിസ്പ്ലേസ്മെന്റ് കൂട്ടുക. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എത്രയാണ്? 3. അപ്പൊ -5ന്റെ കൂടെ 3 കൂട്ടിയാൽ എത്ര കിട്ടുക? -2 എന്നാണ് കിട്ടുക. എങ്ങനെയാ -2 എന്ന് കിട്ടിയത്? ഏറ്റവും വലിയ നമ്പർ ഏതാണ് ഇതില്? -5 അല്ലേ വലുത്? അതായത് -5 അല്ല വലുത്, 5ഉം 3ലും വെച്ചിട്ട് 5 അല്ലേ വലുത്. അപ്പൊ 5 വലുതായതുകൊണ്ട് 5ന്റെ സൈൻ ഏതാണ്? മൈനസ്. അപ്പൊ ആ മൈനസ് വേണം ആൻസറിൽ എഴുതാൻ. എന്നിട്ട് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് -5ഉം +3 ആയതുകൊണ്ട് രണ്ട് നമ്പേഴ്സിനും ഡിഫറെന്റ് സൈൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും? സബ്ട്രാക്ഷൻ ചെയ്യും. അപ്പൊ -5ന്റെ കൂടെ +3 ആണ് ചെയ്യുന്നത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് 5ൽ നിന്ന് 3 കുറയ്ക്കാം. അപ്പൊ 5ൽ നിന്ന് 3 കുറച്ചാൽ 2 എന്ന് കിട്ടും. എന്നിട്ട് വലിയ നമ്പറിന്റെ സൈന് 5ഉം 3ലും ഏറ്റവും വലിയ നമ്പർ 5 ആണ്. ആ 5ന്റെ സൈന് നെഗറ്റീവ്. -2 എന്ന് എഴുതും. ഇത് വർക്ക് ആവുന്നുണ്ട് അല്ലേ? നമ്പർ ലൈൻ വന്ന് വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ നമ്പർ ലൈൻ വരയ്ക്കാണ്ട് എങ്ങനെ ചെയ്യാം? അതാണ് ഇപ്പോ പറഞ്ഞത്. റൈറ്റിലോട്ട് നീങ്ങുന്നത് കൊണ്ട് +3 എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, നമ്മളപ്പോ റൈറ്റിലോട്ട് നീങ്ങുന്നതിനെ പ്ലസ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു. ഇനി ലെഫ്റ്റിലോട്ട് നീങ്ങുകയാണെങ്കിലോ? മൂവിങ് ലെഫ്റ്റ് അല്ലെ? വാട്ട് ഹാപ്പൻസ് വെൻ വി മൂവ് ലെഫ്റ്റ്? ലെഫ്റ്റിലോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5ൽ നിന്ന്. 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. മൂവ് 3 ലെഫ്റ്റ്. ലെഫ്റ്റിലോട്ട് 3 പ്രാവശ്യം നീങ്ങുന്നു. അപ്പൊ അതെങ്ങനെ എഴുതുക? -3. ലെഫ്റ്റിലോട്ട് നീങ്ങുന്നതുകൊണ്ട് -3. ഓക്കെ, അപ്പൊ 5ൽ നിന്ന് പിന്നോട്ട് നമ്പർ ലൈനിൽ പോയാൽ 4 3 2 അല്ലെ? നമ്മൾ എവിടെ അവസാനിക്കും? 2ൽ അവസാനിക്കും. അപ്പോ നമ്മുടെ റൂൾ എന്താ പറയുന്നത്? നമ്മുടെ റൂൾ എവിടെ? ഫൈനൽ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഇനീഷ്യൽ പൊസിഷന്റെ കൂടെ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടിയാൽ മതി. ഫൈനൽ പൊസിഷൻ കിട്ടും അല്ലെ? അപ്പോ
ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് 5. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താ സംഭവിച്ചത്? -3 അല്ലേ? ലെഫ്റ്റിലോട്ടല്ലേ പോയത്, അപ്പൊ -3 എന്ന് എഴുതി. 5 പ്ലസ് -3. അപ്പോ നമുക്ക് so we must figure out what 5 plus -3 means for the answer to be. 5 പ്ലസ് -3 എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 5ൽ നിന്ന് 5 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. -3 എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റിലോട്ട് 3 പ്രാവശ്യം നീങ്ങി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോ 5ൽ നിന്ന് സ്റ്റാർട്ടിംഗ് പൊസിഷൻ -3 എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് നീങ്ങും. അങ്ങനെയാണ് നമ്മൾ 2ൽ വെച്ചെന്ന് അവസാനിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുക, എങ്ങനെയായിരിക്കും നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, 3 പ്ലസ് 5 എന്താണ്? 8 ആണ്. ഓക്കെ, 3 പ്ലസ് 5 എന്ന് പറയുന്നതും 5 പ്ലസ് 3 എന്ന് പറയുന്നതും ഈക്വൽ ആണോ? ഈക്വൽ ആണ് അല്ലെ? 3 പ്ലസ് 5 8 ആണ്, 5 പ്ലസ് 3 8 ആണ്. ഇത് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു അസ്യൂം ചെയ്യാം. എന്ത്? 5 പ്ലസ് -3. 5 പ്ലസ് -3 എന്ന് പറയുന്നത് -3 പ്ലസ് 5. ഇവിടെ 3 ആദ്യം ഉണ്ടായിരുന്നു, 5 രണ്ടാം. ഇവിടെ എന്ത് ചെയ്തു? ഇതിനെ തലതിരിച്ചിട്ടു. ആദ്യം 5 എഴുതി, പിന്നെ രണ്ടാമത് 3 എഴുതി. അതേപോലെ തന്നെ ഇവിടെ 5ന് ആദ്യം എഴുതി, പിന്നെ -3 എഴുതി. ഇവിടെ രണ്ടാമത് ഉണ്ടായിരുന്ന -3ന് ആദ്യം എഴുതി, 5ന് രണ്ടാമത് എഴുതി. നമ്മൾ ആദ്യം നമുക്കറിയാം എന്ത്? 3 പ്ലസ് 5ഉം 5 പ്ലസ് 3യും ഈക്വൽ ആണ്. നമ്മൾ വിചാരിക്കുന്നു ഇത് ഈക്വൽ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നെഗറ്റീവ് നമ്പർ അല്ലേ? ഈ രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമുക്ക് അവസാനം നോക്കാം അത് ശരിയാണോ തെറ്റാണോ. നമ്മളിപ്പോ തൽക്കാലം വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് -3 പ്ലസ് 5 ചെയ്യാൻ അറിയോ? -3 പ്ലസ് 5 നമുക്ക് കൂട്ടാൻ അറിയോ? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടുല്ലോ അല്ലേ? -3 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 മൈനസ് 3 തന്നെയല്ലേ? -3 പ്ലസ് 5 എന്ന് പറയുന്നത് 5 മൈനസ് 3 തന്നെയാണ്. കാരണം എന്താ? രണ്ടാമതുള്ള 5നെ ഞാൻ ആദ്യമായിട്ട് എടുത്തു, പിന്നെ ഒന്നാമത് ഇരിക്കുന്ന -3നെ ഞാൻ രണ്ടാമതായിട്ട് എടുത്തു. അപ്പൊ 5 മൈനസ് 3 ഇതിൽ യാതൊരു വ്യത്യാസമില്ല. ഇവിടെ പ്ലസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരേ അർത്ഥം തന്നെ. -3 പ്ലസ് 5ഉം 5 മൈനസ് 3യും ഒന്ന് തന്നെ. നമ്മൾ നേരത്തെ നമ്പർ ലൈനൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. 5ൽ നിന്ന് -3 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് എത്ര വട്ടം? 3 വട്ടം. 1 2 3. ഇവിടെ ഇത് എവിടെ എത്തുക? 5 4 3 2 അല്ലേ? അപ്പൊ 5ൽ നിന്ന് 3 പ്രാവശ്യം പിന്നോട്ട് പോയാൽ എവിടെ എത്തും? 5 മൈനസ് 3 2 ആണ് എത്തുക. അപ്പൊ -3 പ്ലസ് 5 എന്ന് പറയുന്നത് 5 മൈനസ് 3ക്ക് തുല്യമാണ്. എന്താണ്? 2 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 5 പ്ലസ് -3നെ എനിക്ക് എങ്ങനെ എഴുതാം? 5 പ്ലസ് -3നെ എനിക്ക് എങ്ങനെ എഴുതാം? 5ന്റെ കൂടെ -3 ആഡ് ചെയ്യല്ലേ? -3 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 5ന്റെ കൂടെ -3 ചെയ്യാന്ന് തന്നെയല്ലേ അർത്ഥം? 5ന്റെ കൂടെ -3 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 5ന്റെ കൂടെ -3 5ൽ നിന്ന് 3 കുറയ്ക്കാന്ന് തന്നെയല്ലേ അർത്ഥം വരുന്നത്? അപ്പൊ 5ൽ നിന്ന് 3 കുറച്ചാൽ എന്താണ്? 2 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ 5 പ്ലസ് -3 എന്ന് പറയുന്നത് 5 മൈനസ് 3നോട് ഈക്വൽ ആണ്. അതെന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഒന്നുകൂടിയും പറയാം, 5ൽ നിന്ന് -3 കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
5-ൽ നിന്ന് 3 കുറയ്ക്കാന്നല്ലേ അർത്ഥം വരുന്നത്. 5-ൽ നിന്ന് 3 കുറഞ്ഞാൽ 2 വരും. നമുക്കപ്പൊ എന്ത് പറയാം, ഒരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു. ഒരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്ലസ് മൈനസ് 3. ഇവിടെ നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യല്ല ചെയ്യുന്നത്, പ്ലസ് ചെയ്യല്ല ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 5 മൈനസ് 3യോട് ഈക്വൽ ആണ്. ഈ ബ്രാക്കറ്റ് കളഞ്ഞിട്ട് മൈനസ് വെറും 3 എന്ന് എഴുതിയാലും എന്താണ്, ശരി തന്നെയാണ്. അപ്പോ 5ന്റെ കൂടെ നെഗറ്റീവ് നമ്പർ കൂട്ടുക എന്ന് പറയുന്നതും ഇങ്ങനെ ചെയ്യുന്നതും എന്താണ്, ഒന്ന് തന്നെയെന്ന് മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ പഠിക്കുന്ന അടുത്ത റൂൾ. എന്താണ് പറയുന്നത്? ആഡിങ് എ നെഗറ്റീവ് നമ്പർ ഈസ് ദ സെയിം ആസ് സബ്ട്രാക്ടിങ് ഇറ്റ്സ് പോസിറ്റീവ് കൗണ്ടർ പാർട്ട്. അതായത് എക്സ് പ്ലസ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എക്സ് മൈനസ് വൈനോട് ഈക്വൽ ആണ്. മനസ്സിലാകുന്നു? നമ്മളിപ്പോ പഠിച്ചെന്ത്? എക്സ് പ്ലസ് മൈനസ് വൈ. ഒരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എക്സ് മൈനസ് വൈനോട് ഈക്വൽ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. -6 പ്ലസ് -10. -6 പ്ലസ് -10 എന്ന് പറഞ്ഞാൽ എന്താ വരിക? സോറി, -6 പ്ലസ് -10 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -6 -10 അല്ലേ? നമ്മളിപ്പോ പഠിച്ച റൂൾ ആദ്യം വന്നു. എന്താണ് നമ്മളിപ്പോ ഒപ്പം എഴുതുക, എക്സ് പ്ലസ് മൈനസ് വൈ അല്ലേ? ഒപ്പം എഴുതാട്ടോ. എക്സ് പ്ലസ് മൈനസ് വൈ എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞത്? എക്സ് മൈനസ് വൈയോട് ഈക്വൽ ആണെന്ന് പറഞ്ഞത്. എക്സ് പ്ലസ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് മൈനസ് വൈ. നമ്മൾ നോക്കിയത് എന്താണ്? -6ന്റെ കൂടെ എന്ത് ചെയ്തു? -10 ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ എക്സ് ആയിട്ട് എടുത്തത് എന്താണ്? എക്സ് ആയിട്ട് എടുത്തത് -6 ആണ്. എക്സ് ആയിട്ട് എടുത്തത് -6 ആണ്. വൈ ആയിട്ട് എടുത്തത് എന്താണ്? വെറും 10. ഓക്കെ, ഇവിടെ -y എന്ന് പറയുമ്പോൾ എന്ത് വരും? -10 എന്ന് ഓൾറെഡി വരും. ഒരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 പ്ലസ് -10 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എക്സ് എന്ന് പറയുന്നത് എന്താ? -6. വൈ മൈനസ് വൈ എന്ന് പറയുന്നത് 10 അല്ലേ? -6 പ്ലസ് ബ്രാക്കറ്റിൽ -10 എന്ന് പറയുന്നതും -6 -10 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഇനി ഇതെന്താ വരിക? -6 -10 മൈനസ് കോമൺ ആയിട്ട് എടുത്തോടെ. മൈനസ് കോമൺ ആയിട്ട് എടുത്തു. 6നും 10നും മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളില് 6ഉം 10ഉം ആഡ് ചെയ്തു. 6ഉം 10ഉം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. -16 ആണ് എന്ത് വരിക? ആൻസർ വരിക. അപ്പോ ഈ ബോക്സ് ഒന്ന് ചെയ്യൂ. എന്താണ്? -6 -10 എന്നുള്ളത് ഞാൻ ചെയ്തു, -16 എന്ന്. ഇനി നമുക്ക് ഇത് ചെയ്യാം. 6ഉം -10ഉം ഒപ്പം എഴുതൂ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. എക്സ് പ്ലസ് വൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്. എക്സ് പ്ലസ് വൈ. 6 പ്ലസ് എന്താണ് ചെയ്യേണ്ടത്? വൈ എന്ന് പറയുന്നത് -10. ഓക്കെ, 6 പ്ലസ് -10 എന്താ വരിക? 6 പ്ലസ് -10. നമ്മളിപ്പോ പഠിച്ച റൂൾ എന്തായിരുന്നു? റൂള് എക്സ് പ്ലസ് മൈനസ് വൈ. എക്സിന്റെ കൂടെ ഏതൊരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്താലും അതെങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ എന്നുള്ള രീതിയിൽ എഴുതാം എന്നാണ് പറഞ്ഞത്. 6 പ്ലസ് -10 എനിക്ക് എങ്ങനെ എഴുതാം? 6 -10 എന്ന് എനിക്ക് എഴുതിക്കൂടെ? ഓക്കെ, 6 -10 എന്ന് പറഞ്ഞാൽ എന്താണ്? 6ൽ നിന്ന് 10 കുറയ്ക്കുക. 6ൽ നിന്ന് 10 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മൾ എന്താ പഠിച്ചത്? 6 -10. -10 എന്ന് ഇനീഷ്യൽ പൊസിഷൻ 6 ആണ്. അപ്പൊ 6ൽ നിന്ന് -10, അതായത് 10 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് പോയി അല്ലെ? മൈനസിന്റെ അർത്ഥം എന്താണ്? ലെഫ്റ്റിലോട്ട് എന്ന് അർത്ഥം.
ഇപ്പൊ 10 എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് പോയി. അപ്പൊ എന്താ വരിക? 5, 4, 3, 2, 1. കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ 5, 4, 3, 2, 1. ഒരു വട്ടം പോയി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെയാണ് 10. ഇവിടെ 1, 0 എന്ന് വരും. ഇവിടെ എന്ത് വരും? 7ന്റെ അവിടെ -1, 8ന്റെ അവിടെ -2, -3, പിന്നെ എന്ത് വരും? -4 എന്ന് വരും. അപ്പൊ 6ൽ നിന്ന് 10 ഒരു നമ്പർ ലൈൻ വരച്ച് നോക്കി കഴിഞ്ഞാൽ 10 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് പോയാൽ എന്ത് വരും? -4 എന്ന് വരും. ഇനി നമ്പർ ലൈൻ വരച്ച് ഇതേപോലെ വലിയ നമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറെ സമയനഷ്ടം ഉണ്ടാവും, ചെയ്യാനും പ്രയാസമാണ്. അതെങ്ങനെ ചെയ്യാം? 6 - 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ എഴുതാം? പല രീതിയിലുണ്ട്. അപ്പൊ ഒരു രീതി എന്ന് പറയുന്നത് 6 - 10. 6 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? 6ന്റെ കൂടെ ഒരു സൈനും ഇല്ല. അപ്പൊ 6ന്റെ കൂടെ ഒരു സൈനും ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? 6 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. പിന്നെ 10ന്റെ കൂടെയുള്ള സൈൻ ഏതാ? മൈനസ്. ഒരെണ്ണം പോസിറ്റീവ്, മറ്റേത് നെഗറ്റീവ്. ഇത് രണ്ടും എന്താണ്? ഡിഫറെന്റ് ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10ഉം 6ഉം നോക്കും. 10ഉം 6ലും ഏറ്റവും വലിയ നമ്പർ ഏതാ? 10. 10ന്റെ സിമ്പൽ ഏതാ? മൈനസ്. നമ്മൾ ആൻസറിൽ നമ്മൾ മൈനസ് ആയിട്ട് എഴുതും. ഇനി എന്ത് ചെയ്യണം? 10ൽ നിന്ന് 6 കുറയ്ക്കാം. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കാം. 10ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? 4. ഇവിടെ എന്താ ആൻസർ വരിക? 4 എന്ന് എഴുതി. അപ്പൊ വലിയ നമ്പറിന്റെ സൈന് മൈനസ് ഇട്ടു, പിന്നെ 10ൽ നിന്ന് 6 കുറച്ചു, അപ്പൊ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഓപ്പോസിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമ്പർ ലൈൻ വരച്ച് കുറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇല്ല. നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയത് 4 എന്ന് കിട്ടി. 6 പ്ലസ് മൈനസ് 10 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 4 എന്ന് വരും. ഇതൊപ്പം എഴുതിയെടുക്കുക. ഇനി എന്താണ്? എക്സ് എന്ന് പറയുന്നത് -6 ആണ്, y എന്ന് പറയുന്നത് 10. നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് y. എന്താണ്? -6 പ്ലസ് 10. ഓക്കെ, അപ്പൊ -6 പ്ലസ് 10 എന്താന്ന് നോക്കാം. -6 പ്ലസ് 10. -6 പ്ലസ് 10 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തലതിരിച്ചിട്ടുണ്ടായിരുന്നു. -6 പ്ലസ് 10 എന്ന് പറയുന്നതും 10 - 6 എന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ? ഇവിടെ പോസിറ്റീവ് 10, ഇവിടെയും പോസിറ്റീവ് 10. ഇവിടെ -6, ഇവിടെയും -6. -6 പ്ലസ് 10 എന്ന് എഴുതിയാലും 10 - 6 എന്ന് എഴുതിയാലും എന്താ? ഒന്ന് തന്നെയാണ്. 10 - 6 എന്താ? 4. ഓക്കെ, 10 - 6 എന്തായിട്ട് എഴുതി. ഇവിടെ എന്താണ് ആൻസർ വരിക? 4 എന്നാണ് ആൻസർ. ഇനി എന്താണ്? 6 പ്ലസ് -6. എക്സ് എന്ന് പറയുന്നത് 6ഉം y എന്ന് പറയുന്നത് -6ഉം. എക്സ് എന്ന് പറയുന്നത് 6, y എന്ന് പറയുന്നത് -6. നമുക്ക് ചെയ്യേണ്ടത് എന്താ? എക്സ് പ്ലസ് വൈ. പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് എന്താണ്? 6. 6ന്റെ കൂടെ എന്ത് ചെയ്യുക? -6 ആഡ് ചെയ്യുക. 6ന്റെ കൂടെ എന്ത് ചെയ്യുക? 6 പ്ലസ് -6 എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല എന്താ? എക്സ് പ്ലസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് വൈ തന്നെയല്ലേ? എക്സ് പ്ലസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. എക്സ് പ്ലസ് മൈനസ് വൈ. 6 പ്ലസ് -6 എന്ന് പറയുന്നത് 6 - 6നോട് ഈക്വൽ ആണ്. 6 - 6 എന്ന് പറഞ്ഞാൽ 0. മനസ്സിലായല്ലോ? നമ്മുടെ ആൻസർ എന്ത് വരും? 0 എന്ന് ഇവിടെ ആൻസർ. നമ്മുടെ 4 പ്രോബ്ലംസും കഴിഞ്ഞല്ലോ. ഓക്കെ, ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്? ഫൈനൽ പൊസിഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് കണ്ടുപിടിച്ചത്. ഇനി ഇനീഷ്യൽ പൊസിഷനും അറിയാം,
ഫൈനൽ പൊസിഷനും അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെയാ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക? ഒരു എക്സാമ്പിൾ നോക്കാം. 4ൽ നിന്ന് 7ലോട്ട് പോവാൻ എത്ര ഡിസ്പ്ലേസ്മെന്റ് നീങ്ങണം? 3 ഡിസ്പ്ലേസ്മെന്റ് +3 അല്ലെ? +3 യൂണിറ്റ്സ് റൈറ്റിലോട്ട് നീങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമുക്ക് 4ൽ നിന്ന് 7ലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എവിടുന്ന ഈ 3 എന്ന് പറയുന്നത് കിട്ടിയത്? 3 എന്ന് പറയുന്ന നമ്പർ എവിടുന്ന കിട്ടിയത്? 7ൽ നിന്ന് 4 മൈനസ് ചെയ്തപ്പോഴല്ലേ നമുക്ക് 3 എന്ന് പറയുന്ന നമ്പർ കിട്ടിയത്? അതാണല്ലോ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് ഇതില്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അവസാനിച്ച പൊസിഷനും തുടങ്ങിയ പൊസിഷനും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. നമ്മളപ്പോ നെഗറ്റീവ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് നമ്പർ മൈനസ് ചെയ്യുക എന്നാണ്. നമ്മളുടെ റൂൾ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ളത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഇതൊന്ന് എഴുതി വെക്കുക. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ എന്തായിട്ട് വിചാരിച്ചു? നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ -7 ആയിട്ടും പിന്നെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് 4 ആയിട്ടും വിചാരിച്ചു. തുടങ്ങിയ സ്ഥലം എവിടെയാണ്? -7ലാണ് തുടങ്ങിയത്. അവസാനിച്ചത് എവിടെയാണ്? 4ൽ വെച്ചാണ് അവസാനിച്ചത്. അപ്പൊ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ റൂൾ എന്താ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എന്താണ്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 4. 4ൽ നിന്നും മൈനസ് ചെയ്തു എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ -7. ഇവിടെ മൈനസ് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, വേറെ മൈനസ് ഇടണം. 4 മൈനസ് -7. ഇനി ഫൈനൽ പൊസിഷൻ 4, അതിൽ നിന്ന് എന്ത് വർക്ക്? ഇനീഷ്യൽ പൊസിഷൻ ആയ -7 മൈനസ് ചെയ്യാം. ഇവിടെ നമ്പർ ലൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്പർ ലൈനിൽ നിന്ന് എവിടുന്നാണ് തുടങ്ങുന്നത്? -7ൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു അല്ലെ? -7ൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെയാണ് അവസാനിക്കുന്നത്? 4ലാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. എത്ര വട്ടം നീങ്ങി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 4 എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് കിട്ടിയത്? +11 അല്ലെ? നമ്മൾ റൈറ്റിലോട്ടല്ലേ പോകുന്നത്. -7ൽ നിന്ന് റൈറ്റിലോട്ട് എത്തിയിട്ട് ഫൈനൽ ആയിട്ട് എത്തിയത് 4ലോട്ട്. റൈറ്റിലോട്ട് നീങ്ങിയതുകൊണ്ട് പ്ലസ് ഇട്ടു. പിന്നെന്താണ്? 11 ടൈംസ് ആണ് നമ്മൾ നീങ്ങിയത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? +11. പക്ഷെ ആക്ച്വലി എങ്ങനെയാണ് ഒരു നെഗറ്റീവ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യാം അത് നമ്മൾ നോക്കിയില്ല. നമ്മൾ നമ്പർ ലൈൻ വരച്ച് ഓക്കെ എങ്ങനെയാന്ന് മനസ്സിലായി. പക്ഷെ ഒരു നെഗറ്റീവ് നമ്പറിനെ എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും? അതൊന്നും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് ഒരു നെഗറ്റീവ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുക എന്ന് നോക്കുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. 10 - 6. 10 - 6 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ രീതിയിലും പറഞ്ഞുകൂടെ? 10 - 6 എന്നതിനെ ഇങ്ങനെയും ചോദിച്ചുകൂടെ? 6ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക അല്ലെ? അങ്ങനെ എനിക്ക് ചോദിച്ചോടെ? 10 - 6 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 6ന്റെ കൂടെ ഒരു നമ്പർ ലൈൻ, ഇപ്പൊ നേരത്തെ വരച്ച നമ്പർ ലൈൻ ഇതാണ്. 6ഉം 10ഉം എവിടെയുണ്ട്? 6 ഇത്, 10 ഇത് അല്ലെ? അപ്പൊ 6ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് എനിക്ക് 10 കിട്ടുക എന്ന് എനിക്ക് ചോദിച്ചുകൂടെ? 10 - 6 എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? 6ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉത്തരം എന്താ? 1, 2, 3, 4 അല്ലെ? 4. 10 - 6 എന്താ ആൻസർ വരിക? 4. ഇവിടെയും എന്താ ആൻസർ വരിക? 4 തന്നെയാണ് വരിക. എന്താണ് ഞാൻ പറഞ്ഞത്? 10 - 6 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 6നോട് എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. 4 - -7 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 - -7 അതായത് നമ്മളിപ്പോ നേരത്തെ കണ്ട ചോദ്യം
4 മൈനസ് മൈനസ് 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതൊന്ന് ഇവിടെ എഴുതാം. 4 മൈനസ് മൈനസ് 7. 10 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 6നോട് എത്ര കൂട്ടിയാലാണ് എനിക്ക് 10 കിട്ടുക? ഞാണെങ്കിൽ 4 മൈനസ് മൈനസ് 7 ഉദ്ദേശിക്കുന്നത് എന്താ? മൈനസ് 7ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 4 കിട്ടുക? അല്ലേ? മൈനസ് 7ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 4 കിട്ടുക? അതായിരിക്കും എന്ത്? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് 7 നിന്ന് 4 കിട്ടാൻ മൈനസ് 7ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 4 കിട്ടുക? അതെങ്ങനെ നമുക്ക് ചെയ്യാം? ആദ്യം നമുക്ക് മൈനസ് 7 എന്നതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പ്ലസ് 7 ആഡ് ചെയ്തോടെ. മൈനസ് 7ന്റെ കൂടെ പ്ലസ് 7 ചെയ്താൽ എന്താ കിട്ടുക? 7ൽ നിന്ന് 7 കുറച്ചാൽ 0 കിട്ടുക. മൈനസ് 7 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എന്താ? 0 കിട്ടും. സിമ്പിൾ. അപ്പൊ അങ്ങോട്ട് കിട്ടി. ഇനി 0ൽ നിന്ന് ഇനി 4 കിട്ടല്ലേ വേണ്ട. 0ൽ നിന്ന് ഇനി 4 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒരു 4 കൂടി കൂട്ടിയാൽ പോരെ? ഈ 0ന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു 4 കൂടി കൂട്ടിയാൽ മതി. മൈനസ് 7ന്റെ കൂടെ ആദ്യം എന്ത് ചെയ്തു? ഒരു 7 കൂട്ടി. പിന്നെ എന്ത് ചെയ്തു? ഒരു 4 കൂടിയും കൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നമ്മൾ മൊത്തത്തിൽ എത്രയാണ് ആഡ് ചെയ്തത്? മൊത്തം എത്ര ആഡ് ചെയ്തു? 7 കൂട്ടി പിന്നെ 4 കൂട്ടി അല്ലേ? 7 പ്ലസ് 4 എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ് 4 11. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ആൻസർ എന്ത് വരിക? ഡിസ്പ്ലേസ്മെന്റ് എന്ത് വരിക? 4 മൈനസ് മൈനസ് 7 എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ മൈനസ് 7ന്റെ കൂടെ 11 കൂട്ടിയാലാണ് എന്ത് കിട്ടുക? 4ലേക്ക് നമ്മൾ എത്തുക. 4 മൈനസ് മൈനസ് 7 ഉത്തരം എന്താ വരിക? 11 എന്ന് വരും. ഇങ്ങനെ ചെയ്തെന്ന് മനസ്സിലായല്ലോ? 4 മൈനസ് മൈനസ് 7 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മൈനസ് 7ൽ നിന്ന് എത്ര ദൂരെ പോകണം? 4 മൈനസ് മൈനസ് 7 എന്ന് പറയുന്നത് എന്തിനോട് തുല്യാണ്? ഇവിടെ നമുക്ക് എഴുതാം. 4 മൈനസ് മൈനസ് 7 എന്ന് പറയുന്നത് എന്തിനോട് തുല്യാണ്? 4 പ്ലസ് എന്നോട് ഈക്വൽ അല്ലേ? അല്ലേ? കണ്ടില്ലേ? 7 പ്ലസ് 4. 4 മൈനസ് മൈനസ് 7 എന്ന് പറയുന്നത് 4 പ്ലസ് 7നോട് ഈക്വൽ ആണ്. 4 പ്ലസ് 7 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 11നോട്. അവരുടെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയില്ലേ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഒരു നെഗറ്റീവ് നമ്പർ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യാന്ന് മനസ്സിലായല്ലോ? അപ്പോ ഏതൊരു നമ്പർ എടുത്തു നോക്കിയാൽ, ഏതൊരു എക്സ് എന്ന് പറയുന്ന നമ്പർ എടുത്താൽ ആ എക്സ് എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് ഒരു നെഗറ്റീവ് നമ്പർ കുറയ്ക്കുകയാണെങ്കിൽ, മൈനസ് വൈ കുറയ്ക്കുകയാണെങ്കിൽ എക്സ് മൈനസ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എക്സ് പ്ലസ് വൈനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത റൂൾ. എന്താണ്? എക്സിന്റെ കൂടെ ഏത് നെഗറ്റീവ് നമ്പറും മൈനസ് ചെയ്തിട്ടും അതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? എക്സ് പ്ലസ് വൈനോട് ഈക്വൽ ആയിരിക്കും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൽ കാണുന്നത് പോലെ subtracting a negative number is the same as adding its positive counterpart. X minus minus y equals x plus y. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, മൈനസ് മൈനസ് വൈ എന്ന് പറഞ്ഞു. അതായത് മൈനസ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൈനസ് ഓഫ് മൈനസ് എക്സ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് മൈനസ് ഓഫ് മൈനസ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഇവിടെ ഒരു നമ്പറും ഇല്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 0 എന്നാണ്. ഒരു നമ്പറും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 0 എന്ന് വെറുതെ ഞാൻ ഇട്ടു. ഇപ്പോഴും 0 എന്ന് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒരു മാറ്റം ഇല്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ 0 എന്ന് ഇട്ടു. നമ്മുടെ റൂൾ, ഇപ്പൊ പഠിച്ച റൂള് പ്രകാരം എന്താണ്? എക്സ് മൈനസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എക്സ് പ്ലസ് വൈ എന്നായിരിക്കണം അല്ലെ? ഇതല്ലേ നമ്മുടെ റൂൾ ഇപ്പൊ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? എക്സ് എന്ന് പറയുന്നത് 0. ഓക്കെ, 0ന്റെ കൂടെ എന്ത് ചെയ്തു?
എക്സ് മൈനസ് മൈനസ് വൈ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. വൈ എന്ന് പറയുന്നത് ഈ എക്സ്. ഓക്കെ, പിന്നെ മൈനസ് അങ്ങനെ ബ്രാക്കറ്റ് ഇതെല്ലാം ഉണ്ട്. എക്സും വൈയും നമ്മൾ എഴുതി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ റൂള് എക്സ് പ്ലസ് വൈ എന്നാണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. പ്ലസ് വൈ എന്താണ്? വെറും എക്സ് അല്ലേ? 0 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എക്സ്. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ അർത്ഥം എന്താണ്? ഒരു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ തന്നെയാണ്. അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ. മൈനസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എക്സ് എന്ന് തന്നെയാണ്. അതിൽ നമ്മളിപ്പോ ഇവിടെ കാണിച്ചത് നമ്മുടെ റൂള് ഉപയോഗിച്ച് നമ്മൾ കാണിച്ചു. മൈനസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എക്സിനോട്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള എക്സിനോട് ഈക്വൽ ആണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മൈനസ് ഓഫ് മൈനസ് 7 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 7 തന്നെയാണ്. മൈനസ് ഓഫ് വേണ്ട, മൈനസ് ഓഫ് മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് തന്നെയാണ്. ഇത്രയും സിമ്പിൾ അല്ലേ? ഒരു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പോസിറ്റീവ് നമ്പർ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് 9. മൈനസ് ഓഫ് മൈനസ് 9 എന്ത് തന്നെയാണ്? പോസിറ്റീവ് 9. ഇത്രയും ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഡെഫിനേഷൻ നോക്കുക. The negative of a negative number is the positive number itself. Minus of minus x equal to x എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്നൊന്ന് ചുരുക്കി ഒന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇതുവരെ പഠിച്ചത് എന്താ? ആദ്യത്തെ റൂൾ എന്താ പഠിച്ചേ? ഒരു നെഗറ്റീവ് എങ്ങനെയാണ് ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ ആഡ് ചെയ്യാം? ആഡിങ് എ നെഗറ്റീവ് ഈസ് ദ സെയിം ആസ് സബ്ട്രാക്ട്. ഒരു നെഗറ്റീവ് നമ്പറിനെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുന്നതിനോട് ഈക്വൽ അല്ലേ? എക്സ് പ്ലസ് മൈനസ് 5. ഇവിടെ മൈനസ് 5 ആണ് നെഗറ്റീവ്. എക്സിനെയും നെഗറ്റീവ് ആയിട്ടുള്ള വൈനെയും ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൽ നിന്ന് വൈനെ കുറയ്ക്കാൻ തന്നെ അർത്ഥമുള്ളൂ. ഓക്കെ, ഈ രണ്ടാമത്തെ റൂൾ എന്താ? സബ്ട്രാക്ടിങ് ഈ നെഗറ്റീവ്. ഒരു നെഗറ്റീവ് നമ്പറിനെ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക? ഒരു നെഗറ്റീവ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? അതിനെ ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ കൂടെ വൈ കൂട്ടാന്ന് അർത്ഥമുള്ളൂ. ഒരു നെഗറ്റീവ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു നമ്പറിന്റെ കൂടെ എന്ത് ചെയ്യാം? ഈ ഒരു നമ്പർ ആഡ് ചെയ്യാം. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? ഒരു നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ഈസ് എ പോസിറ്റീവ്. ഒരു നെഗറ്റീവിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ് ആയിരിക്കും. ഇതുവരെ പഠിച്ചത് ആസ്പദമാക്കിയിട്ട് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങൾ വേഗം ഒന്ന് ചെയ്തു നോക്കാമോ? ആദ്യത്തെ ചോദ്യം എന്താ വരുന്നത്? 12 പ്ലസ് മൈനസ് 5. നമ്മളിത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് നമ്പർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുന്നതിനോട് തുല്യമാണ്. 12 പ്ലസ് മൈനസ് 5 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? 12 മൈനസ് 5നോട് ഈക്വൽ അല്ലേ? 12 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക? 12 നിന്ന് 5 കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും? 12 മൈനസ് 5 11 10 9 8 7. ഓക്കെ, 7ന്റെ കൂടെ 12 നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 7 ആണ് കിട്ടുക. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി അടുത്ത ചോദ്യം എന്താണ്? 8 മൈനസ് മൈനസ് 4. 8 മൈനസ് മൈനസ് 4 എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ ആഡ് ചെയ്യുന്നതിനോട് ഈക്വൽ അല്ലേ? നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയിട്ട് ആഡ് ചെയ്യുക. 8 പ്ലസ് 4നോട് ഈക്വൽ അല്ലേ 8 മൈനസ് മൈനസ് 4 എന്ന് പറയുന്നത്? 8 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 12 എന്നാണ് കിട്ടുക.
ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? -7 + -3. ഇതൊരു നെഗറ്റീവ് നമ്പർ, രണ്ട് നെഗറ്റീവ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും നെഗറ്റീവ് അല്ലേ? അതുകൊണ്ട് മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് 7 പിന്നെ പ്ലസ് അങ്ങനെ തന്നെ എടുക്കുന്നു. 7 + ഇങ്ങനെയും എനിക്ക് എഴുതാലോ. രണ്ടിനും നെഗറ്റീവ് ഉള്ളതുകൊണ്ട് മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അതിനൊരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആഡ് ചെയ്തു. 7 + 3 എത്രയാ കിട്ടുക? 7 + 3 എന്ന് പറഞ്ഞാൽ 10 എന്നാണ് കിട്ടുക. 7 + 3 10. ഇവിടെ മൈനസ് ബ്രാക്കറ്റിന്റെ പുറത്തുള്ള മൈനസ് ആണ്. എന്ത് ആൻസർ വരിക? -10 എന്ന്. ഇനി അടുത്തത് എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ -50. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ഒരു റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. -x എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്സിനോട് ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ -15 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? 15നോട് ഈക്വൽ ആണ്. എളുപ്പമുള്ള ചോദ്യമല്ലേ? ഇനി ലാസ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇഫ് യുവർ ഇനീഷ്യൽ പൊസിഷൻ ഈസ് -3. -3 ആണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ. പിന്നെ ഫൈനൽ പൊസിഷൻ എന്താണ്? 4 ആണെങ്കിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? വാട്ട് ഈസ് യുവർ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോർമുല എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അവസാനത്തെ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഫൈനൽ പൊസിഷൻ ഏതാ? 4 മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഏതാ? -3 അല്ലേ? 4 മൈനസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് -3. -3 എന്ന് പറഞ്ഞാൽ എന്താണ്? +3 എന്നല്ലേ അർത്ഥം? ഇവിടെ എന്ത് വരും? 4 + 3 എന്ന് വരും. 4 + 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 7. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ്. ഇതാണ് ആൻസേഴ്സ്. ഇതെല്ലാം കറക്റ്റ് അല്ലേ? 7 കിട്ടി, 12 കിട്ടി, -10 പിന്നെന്താണ്? -10 എന്ന് കിട്ടി, പിന്നെ 15 എന്ന് കിട്ടി, 7 എന്നും കിട്ടി. അപ്പൊ നമ്മൾ ഈ പഠിച്ച ഈ 9ാം ക്ലാസ്സിലത്തെ ഈ നെഗറ്റീവ് നമ്പേഴ്സിനെ ചെറുതായിട്ട് കാണണ്ട. കാരണം എന്താണ്? ഇതെല്ലാം ഫിസിക്സ്, ഫിനാൻസിലായ ഡെബ്റ്റ് ആൻഡ് ക്രെഡിറ്റ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൂൾസ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. ഈ റൂൾസ് ഒക്കെ അറിയുന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷിന്റെ ഗ്രാമർ എന്നതുപോലെ മാത്തമാറ്റിക്സിന്റെ ഗ്രാമർ എന്ന് നമുക്ക് പറയാം. മാത്തമാറ്റിക്സിന്റെ ഒരു ഗ്രാമർ ആണ് നമ്മളിപ്പോ പഠിച്ചത്, ഈ റൂൾസ് ഒക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പല നൂറ്റാണ്ടുകളായിട്ട് പല ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസ്, യൂറോപ്പിലുള്ള പല ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസ്, ദസ്കട്ടീസ് എന്ന് പറഞ്ഞ ആള് വരെ എന്ത് വിചാരിച്ചു? നെഗറ്റീവ് നമ്പേഴ്സിനെ ഒരു തെറ്റായിട്ടല്ല, അല്ലെങ്കിൽ ഒരു വിചിത്രമായിട്ട് ഒരു നമ്പർ ആയിട്ടാണ് കണ്ടിരുന്നത്. കാരണം എന്താ? അവർക്ക്, അതായത് 0-നേക്കാളും താഴെയുള്ള ഒരു നമ്പറിനെ അവർക്കൊരു സങ്കല്പിക്കാൻ പോലും പറ്റിയില്ലേ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് അവരില്ലാത്ത ഒരു നമ്പർ ഉള്ള ഒരു ലോകത്തെ നമുക്ക് സങ്കല്പിക്കാനും കൂടിയും പറ്റാത്ത അവസ്ഥ. അന്നത്തെ ആൾക്കാര് അത് മോശമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്നത്തെ കാലത്ത് ഇപ്പൊ ആ നമ്പർ ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ. അടുത്ത പാർട്ടിൽ നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ